നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ചങ്കുകളുടെ വിശേഷം? നമ്മളിന്ന് രാവിലെ തന്നെ എണീച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോകാൻ നോക്കുകയാണ്. ഇന്നിപ്പോൾ ബോസിന്റെ മോളെ ജോലി സ്ഥലത്ത് വിടാനാണ് രാവിലെ തന്നെ. ഇപ്പോൾ സമയം 6:50 7 മണിക്കാണ് എനിക്ക് പോകേണ്ടത്. 7:15 പെണ്ണിന്റെ വീട്ടിലെത്തണം. പെണ്ണിന്റെ താമസം ഇവിടെ അല്ല. അപ്പോൾ 7 മണിക്ക് ഞാൻ ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഓടാനേ ഉള്ളൂ, 10-15 മിനിറ്റ് ഓടാനേ ഉള്ളൂ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് ആളെ എടുത്തിട്ട് ജോലി സ്ഥലത്ത് വിടണം. അപ്പോൾ പോയാലോ? അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ വാദിവിജ് റോഡ് കൂടിയാണ് പോകുന്നത്. ഈ കാണുന്ന കടകളൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ കോഫി ഷോപ്പാണ് കേട്ടോ. അതൊക്കെ വൈകുന്നേരങ്ങളിൽ രാത്രി വരെ നല്ല തിരക്കാണ്. ഇവിടെ ബ്ലോക്കും കാര്യമൊക്കെ ആണ്. ഇപ്പം രാവിലെ ആയത് കൊണ്ട് ആരും ഇല്ലാത്തത്. ഇതിൻ്റെ പുറകു വശമാണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ പുറകിലാണ് നമ്മളെ യൂസഫ് അലി സാറിൻ്റെ ലുലു മാൾ വരുന്നത്. കുറേ ആയി പറയുന്നത്, പക്ഷേ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഇനി അവർ മാറ്റിയോന്നറിയില്ല. നമ്മൾ ഏകദേശം കുട്ടീൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താനായിട്ടോ. നമ്മളിപ്പോൾ എത്ര ഓരോ ടൈം പറഞ്ഞാലും അവിടെ പോയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നെങ്കിലൊക്കെ അവർ ഇറങ്ങുള്ളൂ. അത് അവരെ സ്ഥിരം പരിപാടിയാണ്. ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന പരിപാടിക്കാണ്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 4-5 വർഷമൊക്കെ ആയിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നോരോന്ന് പൊന്തിയിട്ട് അത്രയും വേഗം പൊന്തിയ ബിൽഡിങ്ങുകളാണ് ഇത് കാണുന്നത്. ഇതിലൊരു ബിൽഡിങ്ങാണ് നമ്മളെ, ബിൽഡിംഗ് അല്ല, ഒരു ഫ്ലാറ്റാണ് മുതലാളി വാങ്ങിയത്, നമ്മളെ ബോസ് വാങ്ങിയത്. അതിലാണ് ഇവർ കൂടുന്നത്. അപ്പം നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ വെയിറ്റിങ്ങിലാണ്. അവർ വരുമ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അവളെ എടുത്ത് ഹോസ്പിറ്റലൊക്കെ വിട്ടിട്ട് ഈ റൈറ്റ് സൈഡ് കാണുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഹോസ്പിറ്റൽ. അവിടെ വിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി അവൾ വിളിക്കുമ്പോൾ വന്നാൽ മതി. ഷിഹാറിലാണ് കേട്ടോ ഇത്. ഇവിടുത്തെ ഒരു മെയിൻ മെഡിക്കൽ കോളേജാണ്, തായിഫിലെ മെഡിക്കൽ കോളേജാണിത്. ഈ ഭാഗത്ത് തന്നെ എല്ലാം ഉണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. വെജിറ്റബിൾ മാർക്കറ്റും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതൊക്കെ ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മെൻ്റൽ ഹോസ്പിറ്റലാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ്. മദാക്കൽ മലിക്ക് എന്ന് പറഞ്ഞ കേക്കിൻ്റെ ഒരു അടിപൊളി കടയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഭയങ്കര തിരക്കും കച്ചവടം ഉള്ളൊരു കടയാണ്. ഫേമസ് പേര് കേട്ടൊരു കേക്ക് ബേക്കറിയാണ്. കേക്ക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. ഇവരെ ഫുഡ് സൗദി ഫുഡാണ്. ആ റോട്ടുമ്മൊക്കെ കണ്ട ആ റെഡ് ലൈന് ബസ്സിൻ്റെ സ്റ്റോപ്പാണ് കേട്ടോ, ബസ് സ്റ്റോപ്പാണ്. അതിൽ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഫൈന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുതുതായിട്ട് സർവീസ് ആരംഭിച്ചതാണ്. തായിഫിൽ ബസ് സർവീസ് ഇല്ലായിരുന്നു, സിറ്റി ബസ് സർവീസ് ഇല്ലായിരുന്നു, ലോക്കൽ സർവീസ്. നമുക്ക് ഈ ബ്രിഡ്ജ് കയറിയിട്ടാണ് കേട്ടോ വണ്ടി. റൈറ്റ് സൈഡിൽ കൂടി കയറിയാൽ താഴെ ഒരു വാദിവിജ് എന്ന് പറയുന്ന റോഡാണ്, അതിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ യൂ ടേൺ അടിക്കാനോ അതിൻ്റെ അടിയിൽ കൂടി പോയാൽ മതി. വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ.
ഇപ്പോൾ രാവിലെ അതിനെ കൊണ്ട് ആളില്ലാത്ത രാത്രി വൈകുന്നേരമൊക്കെ ഇവിടെ ആളുണ്ടാകാറുണ്ട്. നമുക്കൊന്നും നടക്കില്ല, ഡ്രൈവർമാർക്കൊന്നും നടക്കില്ല. ഇവിടെ കുറേ സ്ഥലമുണ്ട്. ഇവിടെ ഈ റൈറ്റ് സൈഡ് കഴിഞ്ഞ് ഉണ്ട്, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആളുണ്ടാകാറുണ്ട്. ഒഴിവുള്ളവർക്കൊക്കെ വന്ന് ടൈം പാസിന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. സൂക്കാണ് ഇവിടെ, മലയാളി സൂക്കുമാണ്. സൂക്ക് ബലദ്, തായിഫിലെ സൂക്ക് ബലദാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഓടിട്ട ബിൽഡിംഗ് ഇല്ല, അത് പബ്ലിക് ടോയ്ലറ്റാണ്. അത്യാവശ്യക്കാർക്ക് പോകാൻ പറ്റും. അറിയാത്തവരുണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഞാനിതുവരെ അതിൽ പോയിട്ടില്ല. അതിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്താണെന്നൊന്നും അറിയില്ല, വൃത്തിയുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് പോകണം കേട്ടോ. ഇവിടുന്ന് നാസ്ത വാങ്ങണം. വണ്ടി അപ്പുറത്ത് ഹോട്ടലിൻ്റെ അടുത്തൊന്നും പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കുറവാണ്. അവിടെ പാർക്കിങ്ങുമാണ് ഫീസ്. രാവിലെ തന്നെ അതിനെ കൊണ്ട് ഇവിടെ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല, ആളുമില്ല. എന്തായാലും പണ്ടത്തെ ആളും തിരക്കൊന്നും ഇപ്പം സൂക്കിലില്ല. ഈ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ മുകളിലാണ് ഹോട്ടൽ, മലബാർ ഹോട്ടൽ, കേരള ഹോട്ടലാണ്. ഇവിടെ ഒരു 3 ഹോട്ടലുണ്ട് ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ. ഇതിൻ്റെ മുൻവശത്തായിട്ട് വേറെ 2 കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഏതായാലും മലബാറിലാണ് വന്നത്. അവിടെ പോയിട്ട് നോക്കട്ടെ എന്താ ഉള്ളതെന്ന്. ഗേസ്, നമ്മൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി വണ്ടിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് മെല്ലെ റൂമിലേക്ക് പോകണം. റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പാർസൽ വാങ്ങിയതാണ്. ഇപ്പം നമ്മളെ ഏരിയയിലെത്തിട്ടോ, നമ്മളെ വീടിൻ്റെ അടുത്തെത്തി. വലിയ ടൈമൊന്നും ഉണ്ടാവില്ല. ചായ അടിക്കുമ്പോഴത്തേക്ക് കുട്ടി തിരിച്ച് വിളിക്കും മിക്കവാറും. അത്രയൊക്കെ ടൈം ഉണ്ടാവുള്ളൂ. ടൈം തീരെ കറക്റ്റല്ല. ചിലപ്പം വേഗം വിളിക്കും, ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ടേ വിളിക്കൂ. അപ്പോഴാണ് അവിടുന്ന് ജോലി കഴിയാൻ ഓൽക്ക് തന്നെ വലിയ ഉറപ്പില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഡ്രൈവർമാരുടെ അവസ്ഥ. അങ്ങനെ കേസ് നമ്മൾ റൂമിലെത്തി. നമ്മളിന്ന് ദോശയാണ് വാങ്ങിയത്, ദോശയും ചട്നിയുമാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. $4 3 ദോശ ഉണ്ടാകും. ഈ ചട്നിയും സാമ്പാറും ഉണ്ടാവും. $4. കാലത്തെ ഒരു ഭക്ഷണം ലൈറ്റായിട്ട് മതി തൽക്കാലം. ദോശ ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം. അപ്പം എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് കാണാം. അപ്പം ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ കുട്ടീൻ്റെ വിളി വന്നിട്ടുണ്ട്, തിരിച്ചെടുക്കാൻ പോവുകയാണ്. ഈ മുന്നിൽ പോകുന്ന ബസ് കണ്ടത് ഇവിടെ ഇപ്പം പുതുതായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞ ബസ് സർവീസാണ്. തായിഫ് സിറ്റിയിൽ ആദ്യം ഇത് ലോക്കൽ സർവീസ് ഇല്ലായിരുന്നു. അങ്ങനെ പെണ്ണിനൊക്കെ എടുത്ത് അവളെ വീട്ടിലൊക്കെ ആക്കി ഞാൻ കുറച്ച് മീൻ വാങ്ങാൻ വന്നതാണ്. കുറച്ച് ദിവസമായി മീൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ വന്നതാണ്. അയില, കോര, കരിമീൻ, ഇതാണ് ആമൂർ എന്ന് പറയുന്ന സാധനം. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ രാത്രി നമ്മളെ മേഡത്തിന് ഒരു ഓട്ടം ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിലൊന്ന് പോകാണ്ടായിരുന്നു. അവിടെ വന്ന് വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട ഭക്ഷണം റെഡിയാക്കണം. കുബൂസ് വാങ്ങിയിട്ടുണ്ട്. മീൻ ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് മത്തിയാണ് വാങ്ങിയത് അവിടുന്ന്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കിയിട്ട് അത് കുബൂസും കൂട്ടി അടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഒരു പുതിയ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.